ഈ തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു വിജയമാണ് സുരേഷ് ഗോപി നേടിയ സാഹചര്യത്തിൽ ധാർമ്മികതയെ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം രാജിവെച്ച് വീണ്ടും മത്സരിക്കും. സ്വാഭാവികമായും ഇത്രയേറെ തെളിവ് സഹിതം ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമസ്ഥനാകാൻ സുരേഷ് ഗോപിക്ക് സാധിക്കണം. കേരളത്തിൽ സാധിക്കണം. അദ്ദേഹം അത് ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് അദ്ദേഹത്തോട് വേറെ വെറുപ്പും വിദ്വേഷമൊന്നുമില്ല. അദ്ദേഹം ഒരു MP ആയിരിക്കുന്നതിൽ നമുക്ക് സങ്കടവുമില്ല, പരാതിയുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു നാണം കെട്ട വഴിയിലൂടെ ഒരു MP ആവുക എന്ന് പറയുന്നതിൽ നല്ലത് കഴുത്തിന് കയറ് തൂക്കുന്നതാണ് നല്ലത്. നേമത്തെ വിജയം അങ്ങനത്തെ ഒരു കൃത്രിമത്വം നടന്നിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ? നേമത്തെ അതിപ്പോ ഇതിന് കിട്ടിയ പോലത്തെ തെളിവ് എവിഡൻസും അതിനകത്ത് വന്നില്ല. അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നതും നോക്കുന്നതും ഒക്കെ. പക്ഷെ ഇതുപോലെ റെക്കോർഡിക്കലായി ഇത്രയും നല്ല ഒരു എവിഡൻസ് ഉണ്ടാക്കിയെടുത്തത് ഇതാണ് ഏറ്റവും, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ അതാണ് ഏറ്റവും വലുത്.